ഹായ് ഓൾ, അസ്സലാമു അലൈക്കും. എന്താ എല്ലാവരും വിശേഷം? സുഖമല്ലേ? അൽഹംദുലില്ലാ, ഞാനും സുഖമായിട്ടിരിക്കുന്നു കേട്ടോ. ക്രിസ്മസ് വെക്കേഷന് സ്കൂൾ അടച്ചിട്ട് പുറത്തേക്കൊന്നും പോയില്ല എന്നുള്ള വലിയ പരാതിയായിട്ടോ മക്കൾക്ക്. അപ്പോൾ അവരെയും കൊണ്ട് പുറത്തു പോയിട്ടുള്ള കുറച്ച് വിശേഷങ്ങൾ ഉൾക്കൊള്ളിച്ച വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. കീമോയുടെ ടാബ്ലറ്റ് എടുക്കുന്നതുകൊണ്ട് ചെറിയ ക്ഷീണമുണ്ട്, അതുകൊണ്ട് ഞാൻ അവരുടെ കൂടെ പോയിട്ടില്ല. കീമോയുടെ ടാബ്ലറ്റ് ഇല്ലാത്ത 1 വീക്ക് ഉണ്ട്. ആ സമയത്താണ് ഞാൻ അത്യാവശ്യ യാത്രകളൊക്കെ ചെയ്യാറുള്ളത്. പിന്നെ അധികം ക്രൗഡായിട്ടുള്ള സ്ഥലത്തേക്കൊന്നും ഇപ്പം പോവാറില്ല. കോഴിക്കോട് മാനാഞ്ചിറ സ്ക്വയറിൽ ലൈറ്റ് ഷോ നടക്കുന്നുണ്ട് കേട്ടോ. അത് കാണാൻ വേണ്ടിയിട്ടാണ് അവർ പോയിട്ടുള്ളത്. പക്ഷേ ലൈറ്റ് തെളിയിക്കുന്നൊരു സമയം വൈകിട്ടാണല്ലോ. ആ സമയം ആവുന്നവരെ അവർ ബീച്ചിലും പാർക്കിലും അതുപോലെ ഫോക്കസ് മാളിലെല്ലാം പോയിട്ടോ. ചെറിയ മോനെ എവിടേക്ക് പോവുകയാണെങ്കിലും ആര് വിളിച്ചാലും ഉമ്മ ഉണ്ടെങ്കിലേ ഞാൻ വരുള്ളൂ എന്നാട്ടോ പറയുക. പക്ഷേ ഇപ്പോൾ ഒരുപാട് നിർബന്ധിച്ചിട്ടാണ് അവൻ പോയത്. പക്ഷെ അവന് പുറത്തിറങ്ങാച്ചിട്ടാണെങ്കിൽ വെക്കേഷനല്ലേ, എല്ലാവരും പോയി, നമ്മൾ മാത്രം പോയില്ല, അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയും ചെയ്യുക കേട്ടോ. അവർക്ക് സ്കൂൾ വെക്കേഷൻ കഴിഞ്ഞ് തുറക്കുമ്പോൾ ഡയറി എഴുതുമല്ലോ, അതിൽ വെക്കേഷന് എവിടെയെല്ലാം പോയേ അങ്ങനെയെല്ലാം എഴുതാൻ വേണ്ടിയിട്ട്. അതുകൊണ്ടാണ് ഭയങ്കര ഇൻട്രസ്റ്റ് എങ്ങോട്ടെങ്കിലും പോകാൻ വേണ്ടിയിട്ട്. സ്കൂൾ വെക്കേഷൻ ആയതുകൊണ്ട് ആങ്ങളുടെ മക്കളും അവരുടെ വീട്ടിലേക്ക് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ മൊത്തത്തിൽ കളിക്കാനൊന്നും ആരുമില്ലാതെ ടെൻഷനായിട്ട് നിൽക്കേനെ. അപ്പോൾ ആ സമയത്ത് പുറത്ത് പോയപ്പോൾ അവർ ഭയങ്കര ഹാപ്പി ആയിട്ടോ. ഫോണിൽ കളിക്കുവാണെങ്കിലും എവിടെ പോയാലും ഗെയിമാണ് മെയിൻ. ഗെയിമെല്ലാം കളിച്ചിട്ട് കുറേ സമയം അവിടെ എല്ലാം നിന്ന്. പിന്നെ ഒരുപാട് ആൾക്കാർ കമൻസിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, ട്രീറ്റ്മെൻറ്റ് സമയത്ത് യാത്ര ചെയ്യാൻ പറ്റുമോ. അപ്പോൾ നിങ്ങളുടെ ഡോക്ടേഴ്സ് കൃത്യമായിട്ട് റെസ്റ്റ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഫോളോ ചെയ്യുക കേട്ടോ. അതല്ല നിങ്ങൾ ഓക്കെയാണ്, നിങ്ങളെ ഹെൽത്ത് ഓക്കെയാണ്, എനിക്കത് ചെയ്യാൻ പറ്റും, എനിക്ക് പോകാൻ പറ്റും എന്ന് തോന്നുകയാണെങ്കിൽ ധൈര്യമായിട്ട് പോവുക കേട്ടോ. സാനിറ്റൈസറും മാസ്കും എല്ലാം കരുതുക. പിന്നെ അധികം ക്രൗഡായിട്ടുള്ള സ്ഥലത്തേക്കൊന്നും ഇപ്പോൾ പോവാണ്ടിരിക്കുക, കാരണം പ്രതിരോധ ശക്തി കുറഞ്ഞിട്ടുള്ള സമയമാണല്ലോ. നമ്മുടെ സന്തോഷം എന്താണെന്നുള്ളത് നമ്മൾ കണ്ടെത്തുക. അവിടെ ചിലപ്പോൾ തടസ്സങ്ങളൊക്കെ കാണും, അതൊന്നും കാര്യമാക്കണ്ട. ഫസ്റ്റ് പ്രയോറിറ്റി നമുക്ക് കൊടുക്കുക. തിരക്ക് പിടിച്ച ഓട്ടത്തിൻ്റെ ഇടയിൽ നമ്മളൊന്ന് തടഞ്ഞു വീണ് ഇനി ഈ വീണോടത്ത് നമുക്ക് എഴുന്നേറ്റേ പറ്റുള്ളൂ, അതിന് എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാൻ പറ്റും എന്ന് മാത്രം ചിന്തിക്കട്ടോ. പ്രാർത്ഥന അതൊരു വലിയ ശക്തിയാണല്ലോ, അത് മുറുകെ പിടിക്കട്ടോ. റബ്ബ് എനിക്ക് പരീക്ഷണങ്ങൾ തന്നിട്ടുണ്ടെങ്കിൽ അതിലെന്തെങ്കിലും ഒരു നന്മ കണ്ടിട്ടുണ്ടാവും എന്നുള്ളത് ദൃഢമായിട്ട് വിശ്വസിക്കുക. അതല്ല, ഈ രോഗത്തോടു കൂടി തന്നെയാണ് ഞാൻ എൻ്റെ റബ്ബിനെ കണ്ടുമുട്ടുന്നതെങ്കിലും അൽഹംദുലില്ലാ, എന്തിനു സങ്കടപ്പെടണം. 6 മണി ആയ സമയത്ത് അവർ സ്ക്വയറിലേക്ക് പോയിട്ടോ. അവിടെ നിന്ന് ഈ ലൈറ്റിൻ്റെ ഒരു സംഭവമുണ്ട് തലയിൽ വെക്കുന്ന, അതെല്ലാം വാങ്ങി. അവിടെ ചെന്ന സമയത്താണ് അറിയുന്നത് മുൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗ് അന്തരിച്ചത് കാരണം കുറച്ച് ദിവസത്തേക്ക് അവിടെ ലൈറ്റൊന്നും കത്തിക്കില്ല എന്നുള്ളത്. ഇവരെ പോലെ തന്നെ അതറിയാതെ ഒരുപാട് ആൾക്കാർ അവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. പിന്നെ കുറച്ച് സമയം അതിലൂടെ ഒക്കെ അങ്ങനെ നടന്ന് പിന്നെ അവർ തിരിച്ചു പോന്നു കേട്ടോ. തിരിച്ച് വീട്ടിലോട്ട് വരുന്നത് മാങ്കാവ് ലുലുമാളിൻ്റെ അടുത്തൂടെയാണ് കേട്ടോ. അപ്പോൾ ലുലുമാളിൽ നിന്നാണ് എനിക്കുള്ള വെജിറ്റബിൾസ് എല്ലാം വാങ്ങലുണ്ടായിന്. ബ്രൊക്കോളി മഷ്റൂം എല്ലാം തീർന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ വരുന്ന വഴി അവിടെ കയറി അതെല്ലാം വാങ്ങിച്ച് കുറച്ച് സമയം അവിടെയൊക്കെ നിന്ന്. ഏതായാലും ക്രിസ്മസ് വെക്കേഷന് പുറത്ത് പോയത് ഒരു മാക്സിമം മുതലാക്കിയിട്ടാണ് കേട്ടോ പോന്നിട്ടുള്ളത്. നല്ല ഫ്രഷ് ആയിട്ടുള്ള വെജിറ്റബിൾസൊക്കെ അവിടെ കിട്ടും കേട്ടോ. ബ്രൊക്കോളി അധികം നാട്ടിലൊന്നും അങ്ങനെ കിട്ടലില്ല. പിന്നെ നമ്മൾ ഓർഡർ ചെയ്താലൊക്കെയാണ് കൊണ്ടുത്തരിക, അതന്നെ നല്ലതൊന്നും കിട്ടുകയില്ല. അപ്പോൾ നമ്മൾ ഇടയ്ക്ക് പോയിട്ട് അവിടെ നിന്ന് വാങ്ങിക്കുകയാണ് ചെയ്യൽ. ബ്രൊക്കോളി നമ്മുടെ ഈ ട്രീറ്റ്മെൻറ്റ് സമയത്ത് കഴിക്കുന്നത് നല്ലതാണെന്ന് കേട്ടോ പറയുന്നത്. അതിൻ്റെ ഒരു വീഡിയോ ഞാൻ ചെയ്യുന്നുണ്ട്, അതെങ്ങനെയാണ് കുക്ക് ചെയ്യലെന്നൊക്കെ ഉള്ളത് ഇൻഷാ അല്ലാഹ്. വീട്ടിലെത്തിയതിന് ശേഷം ഒന്ന് പോയിട്ടുള്ള വിശേഷങ്ങളൊക്കെ പറയാം കേട്ടോ. ആൾ നല്ല ഹാപ്പിയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഇൻഷാ അല്ലാഹ് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ബായ്.